ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നാം ഭൂമിയിൽ ഇപ്പോഴും ജീവനോടെ ആയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ ആയുസ്സിനെ കർത്താവ് ദീർഘമാക്കി നൽകി. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് താമസിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നാം ഓരോരുത്തരും ജീവനോടെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. അതിന് നമുക്ക് കൃത്യമായിട്ട് കർത്താവിന് നന്ദി പറയാം. ഇന്ന് ലോകം മുഴുവൻ ഗുഡ് ഫ്രൈഡേ ആചരിക്കുകയാണ്. വിരോധാഭാസമെന്ന് തോന്നട്ടെ, ഇംഗ്ലീഷിൽ എല്ലായിടത്തും ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് മാത്രം അത് ദുഃഖവെള്ളി ആയത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരർത്ഥത്തിൽ ദുഃഖമുണ്ട് എങ്കിലും സകല മനുഷ്യരാശിക്കും സന്തോഷിക്കുവാനുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. ഏകദേശം 2000 വർഷങ്ങൾക്ക് അപ്പുറം സകല മാനവജാതിയുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിക്കാൻ ഭൂമിയിലേക്ക് സ്വമനസാലെ വന്ന യേശുക്രിസ്തുവിനെ യഹൂദന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പടയാളികളും കൂടെ ചേർന്ന് കാൽവരിയിൽ കുരിശിൽ തറച്ചു കൊന്ന ദിവസമാണ് ഗുഡ് ഫ്രൈഡേ. യേശു വന്നത് സ്വമേധയാ മരിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നത് ലോകത്തിൽ ആരും ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഒരു അനുരഞ്ജന ചർച്ച, ഒരു മീഡിയേഷൻ, ഒരു ഒത്തുതീർപ്പാക്കൽ, അങ്ങനെയുള്ള മാധ്യസ്ഥം വഹിക്കുവാൻ പലരും നമുക്ക് വേണ്ടി കടന്നു വന്നേക്കാം. പക്ഷേ നാം ചെയ്ത കുറ്റത്തിന് പ്രായശ്ചിത്തമായി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവപുത്രനായ യേശുക്രിസ്തു തന്നെ സ്വയമേ കാൽവരിയിൽ യാഗമായി തീർന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ലോകത്തിൽ ഇന്ന് വരെ ആരും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്നിട്ടില്ല. യേശുവിനെ കുരിശിൽ തറച്ച ദിവസം ഗുഡ് ഫ്രൈഡേ ആയി, അല്ലെങ്കിൽ മലയാളികൾ ദുഃഖവെള്ളിയായി ആചരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അതിന് 47-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ശതാധിപൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോമൻ പട്ടാളത്തിലെ ഒരു ഉയർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ആ മനുഷ്യൻ പോലും അവിടെ സംഭവിച്ചത് കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. യേശുവിനെ കുരിശിൽ തറച്ചു. സ്തോത്രം. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. 9 മണി നേരം വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി എന്നാണ് 46-ാം വാക്യത്തിൽ
5-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. ഏകദേശം 6 മണി നേരം എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിലെ അന്നത്തെ സമയത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് നട്ടുച്ചയ്ക്ക് 12 മണിയാണ്. 6 മണി എന്ന് പറഞ്ഞാൽ നേരം പുലർന്നതിന് ശേഷമുള്ള 6 മണിക്കൂറിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് 6 മണി നേരം. അത് നട്ടുച്ച സമയത്ത് സൂര്യൻ ഇരുണ്ടുപോയി. 9-ാം മണി നേരം വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. അതെ, 3 മണിക്കൂർ സമയം സൂര്യൻ അപ്രത്യക്ഷമായി. വലിയ ഇരുട്ട് അവിടെ ഉണ്ടാകുവാനിടയായി. അത് 3 മണിക്കൂർ നേരം നിലനിന്നു. അടുത്തത് യെരുശലേം ദൈവാലയത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി. വളരെ കട്ടിയുള്ള തുണി കൊണ്ടും പ്രത്യേക വസ്തുക്കൾ കൊണ്ടും ആയിരുന്നു യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല. ആ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി, 2ആയി അത് കീറിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. സ്തോത്രം. യേശു മരിച്ച സമയം നിലവിളിയുടെ ശബ്ദം അവിടെ ഉയർന്നു. പിതാവിനോട് പറഞ്ഞു, പിതാവേ, അങ്ങനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. ഇതാ എൻ്റെ പ്രാണനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം. ഈ സമയം വേദപണ്ഡിതന്മാർ പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മുഖത്തെ ആ വേദനയും അനുഭവിക്കുന്ന ആ അസഹനീയമായ സാഹചര്യം അത് പിതാവിന് പോലും കാണുവാൻ കഴിയണ്ട എന്നുള്ള സാഹചര്യം ഒരുക്കി മറ്റാരും തൻ്റെ മകൻ്റെ വേദന കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ സൂര്യനെ പോലും അന്ധകാരമുണ്ടാക്കുവാൻ തക്കവണ്ണം സൂര്യനെ നിഷ്പ്രഭമാക്കി ദേശത്ത് മുഴുവൻ ഇരുട്ടുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, ആ യേശുക്രിസ്തുവിൻ്റെ മരണം മറ്റുള്ളവർക്ക് കാണുവാൻ ദൈവം അവസരം കൊടുത്തില്ല. സ്തോത്രം. ഈ സംഭവിച്ചത് കണ്ടിട്ടാണ് ഈ യേശുക്രിസ്തു വാസ്തവമായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ഈ ശതാധിപൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. യേശുക്രിസ്തു നീതിമാൻ തന്നെയായിരുന്നു. കാരണം പാപികളായ മനുഷ്യനെ മുഴുവൻ കൊല്ലുന്നതിന് പകരമായി പാപമില്ലാത്ത ഒരുവനെ യാഗമാക്കേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നു. അത് നിഷ്കളങ്കനായിരുന്ന, ഒരു പാപവും ചെയ്യാത്ത, മറ്റാർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത നീതിമാനായ യേശുവിനല്ലാതെ, യേശുവിൻ്റെ രക്തമല്ലാതെ അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവനല്ലാതെ മറ്റൊന്നും അർപ്പിച്ചാൽ അതിനൊരു വിടുതൽ ലഭിക്കുകയില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി സകല മനുഷ്യരെ രക്ഷിക്കുന്നുവെന്ന് തിരുവചനത്തിൽ അതുകൊണ്ടാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സകല മനുഷ്യർക്കും വേണ്ടി ഒരുവൻ കാൽവരിയിൽ യാഗമായി തീർന്നു. ആ യാഗനിമിത്തം വിശ്വസിക്കുന്ന സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം വന്നു കഴിഞ്ഞു. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുന്ന ആർക്കും ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ഈ യേശു മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ആ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ സ്വന്തം രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ ആ സെക്കൻഡിൽ പാപമോചനം സാധ്യമാകും. ഇത്ര ലളിതമായ ഒരു പദ്ധതി ദൈവത്തിനല്ലാതെ വേറെ ആർക്കെങ്കിലും ഒരുക്കുവാൻ സാധിക്കുമോ? എത്രയോ ആളുകൾ തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. എത്രയോ ആളുകൾ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എന്തുമാത്രം പണം ചെലവാക്കുന്നുണ്ട്. മെക്കയിലും മദീനയിലും കാശിയിലും
മറ്റു പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും നാനാജാതി മതത്തിൽപ്പെട്ടവർ പോകുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, പാപപരിഹാരമുണ്ടാകണം. എന്നാൽ അവിടെ എങ്ങും പോകാതെ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും കൂടിയാണ്, പ്രായശ്ചിത്തത്തിനും കൂടിയാണെന്ന് ഞാൻ വിശ്വസിച്ചാൽ അവിടെ എൻ്റെ പാപം മോചിക്കപ്പെടുകയാണെങ്കിൽ ഇത്ര ലളിതമായ ഒരു പദ്ധതി ലോകത്തിൽ വേറെ ഏതാണുള്ളത്? സ്തോത്രം. എന്തായാലും യേശുക്രിസ്തു സകല മാനവജാതിക്കും വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിക്കുവാനിടയായി. ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകന്മാർ സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. സ്തോത്രം. ഈ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം സംഭവിച്ചതാണ്. അതെല്ലാം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം ഒരുക്കി വെച്ച പദ്ധതികളാണ്. സ്തോത്രം. നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത്രത്തോളം നമ്മെ ദൈവം സ്നേഹിച്ചല്ലോ. ഈ ദൈവസ്നേഹത്തെ നമുക്ക് അംഗീകരിക്കുകയും ആ ദൈവസ്നേഹം പൂർണ്ണമായും ഏറ്റെടുക്കുകയും ചെയ്യാം. ദൈവത്തെ സ്നേഹിച്ച് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നീതിമാന്മാരായി ജീവിക്കുവാൻ യേശുവിൻ്റെ ക്രൂശുമരണം വഴിയായി ഇടയായല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. അങ്ങനെ നാം ചിന്തിക്കുകയാണെങ്കിൽ ഇത് നിശ്ചയമായും ഒരു ഗുഡ് ഫ്രൈഡേ തന്നെയാണ്. സ്തോത്രം. ഈ ദിവസം ജീവിതത്തിൽ ഒരു വലിയ സന്തോഷവും ഒരു പുനർജനനവും ഒരു പുതിയ തീരുമാനവും ഉണ്ടാകട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. ഇതുവരെയും ഈ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയിരുന്ന പ്രിയപ്പെട്ടവർ ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ വചനം ഏറ്റെടുത്തനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയൊക്കെ അനുസരിച്ച് ദൈവമക്കളായി ജീവിക്കുന്നവരോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ധാരാളം പേർക്കും കർത്താവിൻ്റെ മടങ്ങി വരുവതിന് മുൻപ് ദൈവമക്കളായി തീരുവാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് നീതിമാന്മാരുടെ പട്ടികയിൽ പേരെഴുതി ദൈവരാജ്യത്തിന് അവകാശികളാകുവാൻ എല്ലാവർക്കും ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഓരോരുത്തരെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.